ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വറ്റ എങ്ങനെ വെട്ടിത്തേച്ച് കഴുകിയെടുക്കാം, അതെങ്ങനെ നല്ലതായിട്ടൊരു കുടമ്പുളിട്ട് പറ്റിച്ചൊരു കറി കൂടിയാണ് നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണേ. അപ്പം മീൻ ഇതുപോലെ നമ്മൾ വാലിൻ്റെ അവിടെ നിന്ന് കുറച്ച് കയറ്റി കട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മാംസമൊന്നും ഇല്ലാത്തൊരു ഭാഗമാണ്. അപ്പോൾ കുറച്ച് കയറ്റി കട്ട് ചെയ്യുക. ആ ചെകളുടെ താഴെയുള്ള മുള്ളും മുതുകിലും മുള്ളും എല്ലാം ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു മുള്ളുണ്ട്, അത് നമുക്ക് ഇതേപോലെ ഒന്ന് ചെത്തിയെടുക്കാം. ഇത്തിരി ഹാർഡായ ഒരു മുള്ളാണ്. അപ്പോൾ അത് ചെത്തിക്കളയാതെ നമുക്ക് കറി വയ്ക്കാൻ പറ്റുന്നതല്ല. ഇതേപോലെ കണ്ടോ, നല്ല ഹാർഡായ ഒരു സൈസ് മുള്ളാണ്, അത് നമ്മൾ ചെത്തിക്കളയണം. അപ്പോൾ എല്ലാത്തിൻ്റെയും മുള്ള് നമ്മൾ ഇതേപോലെ ചെത്തിക്കളയാം. അപ്പം മുള്ളെല്ലാം ചെത്തി കഴിഞ്ഞ് ഇനി നമുക്ക് അതിന് മേലുള്ള ചെതമ്പലും കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് ചെത്തിക്കളയാം. ഇതുപോലെ ചെത്തിക്കളയാൻ അല്ലെങ്കിൽ കല്ലേറിട്ട് ഉരച്ച് കളയാവുന്നതാണ്. പക്ഷെ നമുക്ക് ഇതുപോലെ ചെത്തുമ്പോൾ തന്നെ ശരിക്കും പോരും. പിന്നെ ചിലവർ ഇതിൻ്റെ സ്കിന്ന് പൊളിച്ച് കളഞ്ഞ് എടുക്കാറുണ്ട്. ഞാൻ ഇതേപോലെ ചെത്തി കളഞ്ഞാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വറ്റ ശരിക്കും ആ മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞ് ചെതമ്പലൊക്കെ കളഞ്ഞ് നന്നായി തേച്ച് ഉരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ചെകള കട്ട് ചെയ്യാം. ഇതേപോലെ നമ്മൾ സാധാരണ അയില കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടുണ്ടായി. അതുപോലെ തന്നെ ഈ ചെകള നമുക്കൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റ് ഇതുപോലെ വലിച്ചിങ്ങോട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പോരും. ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചിട്ട് കണ്ടോ, ഇതേപോലെ അങ്ങ് വലിച്ചെടുത്താൽ മതി. ഉള്ളിൽ നിന്ന് വേസ്റ്റൊക്കെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മീനും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. നല്ല വൃത്തിയായി വെച്ചിട്ട് ഉള്ളിലത്തെ വേസ്റ്റ് എല്ലാം കളഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് പീസാക്കി എടുക്കാം. അപ്പോൾ ഇതേ അളവിലുള്ള ചെറിയ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വറ്റയുടെ മുള്ളിത്തിരി ഹാർഡ് മുള്ളാണ്, നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് വറക്കാനായിട്ട് വരഞ്ഞെടുക്കാം. വരഞ്ഞെടുക്കുന്നതൊക്കെ വറക്കാൻ വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ മീനെല്ലാം പീസാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതായിട്ടൊരു കറിയും കൂടി വെക്കാം. ഞാൻ കുടമ്പുളി ഇട്ട് പറ്റിച്ചാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് വേപ്പിലയും അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. രണ്ട് പച്ചമുളകും കൂടി ഞാൻ കീറിയതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് ഉള്ളിയും കൂടി ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 സ്പൂൺ മുളക് പൊടി മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് ഒരു 1/4 സ്പൂൺ ഉലുവ പൊടിച്ചത് വേണം. അത് ഒന്ന് വെളിച്ചെണ്ണയിലേക്കിട്ട് ശരിക്കും മൊരിയിച്ചെടുക്കാം. ഞാൻ എരിവിന് വേണ്ടി 1/4 സ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു കളറിനും അതുപോലെ കറി നല്ല കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ കറി നമുക്ക് നല്ല എരിവായിട്ടുള്ളൊരു കറിയാണ്. ഞാൻ കുട്ടികൾക്കൊക്കെ കഴിക്കുന്നതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നമുക്ക് ആ എരിവ് മുളകിൻ്റേതായ ആ ഒരു ലുക്കും കിട്ടും. എന്നാൽ എരിവധികം ഉണ്ടാവുകയില്ല. ഇത് ശരിക്കും ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ചട്ടി പുകഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ശരിക്കും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുടംപുളിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കണം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കുടംപുളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളക്കിയിട്ട് അത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മീൻ മാത്രമേ കറി വയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ. ഞാൻ വറക്കാനാണ് കൂടുതൽ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മീനൊക്കെ ശരിക്കും ഗ്രേവിയിലേക്ക് മുങ്ങിക്കിടക്കണ വിധത്തിലാക്കി കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ശരിക്കും തിളച്ച് വരട്ടെ. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് തിളച്ച് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയായി കഴിയും. നമ്മുടെ കറി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്പൈസി ആയിട്ട് തോന്നാം. പക്ഷേ സ്പൈസി അല്ല. നമ്മൾ അധികം ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. 2 പച്ചമുളകിൻ്റെയും അതുപോലെ ഒരു 1/4 സ്പൂൺ മുളക് പൊടിയുടെയും മാത്രം എരിവ് ഇതിനുള്ളൂ. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറുണ്ണാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.